കൊലക്കേസ് പ്രതിയുടെ ജന്മദിനാഘോഷത്തിന് ക്വട്ടേഷൻ ഗുണ്ടാ സംഘത്തലവന്മാർ ചേർത്തലയിൽ സംഘടിച്ചതിൽ ഞെട്ടിത്തിരിച്ചു പോലീസ്. ഹരിപ്പാട്ടെ കൊലക്കേസ് പ്രതി, കനകക്കുന്നിലെ കാപ്പ കേസ് പ്രതി, കായംകുളത്തെ പിടികിട്ടാപ്പുള്ളി തുടങ്ങിയ ജില്ലയിലെ ഭരണകക്ഷി ബന്ധമുള്ള ക്വട്ടേഷൻ നേതൃത്വമാണ് പെരുമ്പാവൂർ അനസിൻ്റെ സംഘത്തിൽ ഉൾപ്പെടെ ചേർത്തല ഷാനിൻ്റെ വീട്ടിൽ സംഘടിച്ചത്. കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ കൊലക്കേസ് പ്രതിയായ രാഗിലിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ മറവിൽ ക്വട്ടേഷൻ സംഘം നേതാക്കൾ യോഗം ചേർന്നത് പോലീസിനെയും ആശങ്കപ്പെടുത്തുകയാണ്. കാപ്പ കേസിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ള താറാവ് ശ്യാം, ആലപ്പുഴയിൽ കൊലക്കേസ് പ്രതിയായ ഷാരോൺ, കായംകുളത്ത് നവകേരള സദസ്സിൻ്റെ സുരക്ഷാ സേനയുടെ കുപ്പായമണിഞ്ഞ് ക്വട്ടേഷൻ നടപ്പാക്കിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയെന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന അരുൺ എന്നിവരും പരിപാടിയിലുണ്ടായിരുന്നു. പോലീസിൻ്റെ മുന്നിലൂടെ തലങ്ങും വിലങ്ങും പായുന്ന അരുണിനെ പിടിക്കാത്തതിന് പിന്നിൽ ഭരണകക്ഷി സമ്മർദ്ദമാണെന്ന ആക്ഷേപത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇതെന്നും ചർച്ചകൾ ഉയരുകയാണ്. കൂടെ വിമർശനവും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇവരുടെ ജന്മദിനാഘോഷ പരിപാടി സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് പോലീസ് വിവരമറിയുന്നത്. പെരുമ്പാവൂരിലെ കൊടുങ്കുറ്റവാളി അനസിൻ്റെ സംഘത്തിൽപ്പെട്ട ഷാനിൻ്റെ വീട്ടിൽ ഞായറാഴ്ച നടന്നത് ക്വട്ടേഷൻ ആസൂത്രണ യോഗമായിരുന്നുവോ എന്ന സംശയം ഉയരുന്നുണ്ട്. അതോ ബർത്ത്ഡേ പരിപാടിയോ? ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി രഹസ്യാന്വേഷണ വിഭാഗം ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളികളടക്കം ആഘോഷത്തിനായി സംഘടിച്ചത് പോലീസിനും നാണക്കേടായിരിക്കുകയാണ്. കൂടെ പോലീസിന് വലിയ തലവേദനയുമായി മാറിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.